ഇനി അത് അവിടെ നിൽക്കട്ടെ. ഈ സെഡേഷൻ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ അലർജിയുടെ ഗുളികകൾ കഴിക്കാൻ പറയാറുള്ളത് രാത്രിയാണ്. പക്ഷേ രാത്രി ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴും ഭയങ്കരമായിട്ടുള്ള ഉറക്കം കാര്യങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അലർജിയുടെ ഗുളിക ആയിട്ടുള്ള സെട്രിസിൻ, ലിവോസെട്രിസിൻ പോലത്തെ ഗുളികകൾ കുടിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സും ഫാർമസിസ്റ്റും പറയുന്നൊരു വാക്കുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗോ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയാറുണ്ട്. അലർജിയുടെ ഗുളികയായിട്ടുള്ള സെട്രിസിൻ, ലിവോസെട്രിസിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു മരുന്നാണ്. അതായത് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മരുന്നാണ് ലെവോസെട്രിസിൻ. മരുന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മൂക്കിലും നമ്മുടെ തൊണ്ട ഭാഗത്തും ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളിലുമായിട്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവോസെട്രിസും സെട്രിസിനും കഴിക്കാറുള്ളത്. കാരണം ജലദോഷമോ അലർജി ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ കാര്യമോ ഒരു ചൊറിച്ചിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യം ഉണ്ടെങ്കിലാണ് സാധാരണകൾ ഈ ഗുളികൾ കൊടുക്കാറുള്ളത്. ഈ പറയുന്ന ഭാഗങ്ങളുടെ എഫക്റ്റിന്റെ പുറമെ ഇത് നമ്മുടെ തലച്ചോറിനുള്ളിലോട്ടും കയറുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന് ഉള്ളിലോട്ടും കയറുന്നതിന് ഒരു ബാരിയർ ഉണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ഐ മീൻ രക്തത്തിന്റെയും നമ്മുടെ തലച്ചോറിന്റെയും ഇടയിലുള്ള ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബാരിയർ ഉണ്ട്. ഐ മീൻ ഒരു പാലം ഉണ്ടല്ലോ, ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ലിവോസെട്രിൻ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഐസ്റ്റമിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിൾ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ ബോധാവസ്ഥ അല്ലെങ്കിൽ അലേർട്ട്നെസ്, ഐ മീൻ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയില്ല, അലേർട്ട് ആയിട്ട് ഇരിക്കുക, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. ഇത് കൺട്രോൾ ചെയ്യുന്നത് ഹിസ്റ്റമിനാണ്. അപ്പൊ മനസ്സിലാക്കിയാൽ മതി, ആന്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള മരുന്ന് തലച്ചോറിലും കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അലേർട്ട്നെസ്സിനെ ബ്ലോക്ക് ചെയ്യാണ്, കോൺഷ്യസ്നസ് കുറയും. ഇനി ഈ പറയുന്ന സെഡേഷൻ ഈ പറയുന്ന തലച്ചോറിൽ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് പ്രശ്നമില്ല. ആ ബ്ലോക്ക്, ആ ഒരു ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ് ഇതിന്റെ എഫക്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പോയിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഈ സെഡേഷൻ ബുദ്ധിമുട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ സെഡേഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് പറയുന്നത് രാവിലെകളിലാണ്. രാത്രി സെഡേഷൻ ഉണ്ടായാലും വലിയ പ്രോബ്ലം ഇല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഗുളിക രാത്രി കുടിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കിടക്കാൻ നേരത്തല്ല യഥാർത്ഥത്തിൽ ലിവോസെട്രിസിനോ സെട്രിസിനോ കഴിക്കേണ്ടത്. ലിവോസെട്രിസിൻ സെട്രിസിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ പറയുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, അത് കാണാം. ഇനി പറയുന്നത് ഈ ഗുളിക കുടിക്കേണ്ടത് വൈകിട്ട് കുടിക്കുക. അതായത് ആഹാരത്തിന് മുന്നേ കുടിക്കുക. വൈകിട്ട് ഒരു 6 മണി 7 മണിക്ക് ശേഷം കുടിച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെ 6 7 മണി ആകുമ്പോഴേക്കും നിങ്ങളുടെ സെഡേഷൻ എഫക്റ്റ് മാറുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ സെഡേഷന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. നല്ലോണം വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെഡേഷന്റെ എഫക്റ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇനി അമിതമായിട്ട് സെഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയണം. ചെറിയ സെഡേഷൻ അല്ല, വലിയ സെഡേഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം. അതിന് മറുമരുന്നുണ്ട്. അതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇവിടെ മാത്രം ആക്ട് ചെയ്തിട്ട് മുകളിൽ ആക്ട് ചെയ്യാത്ത ഏതെങ്കിലും മരുന്നുകളുണ്ട്. അത് ഡോക്ടർ തീരുമാനിക്കും നിങ്ങൾക്ക് എഫക്റ്റീവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇനി പറയാനുള്ളത് ഈ ലെവോസെട്രിസിനോ സെട്രിസിനോ പോലത്തെ ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ സെഡേഷൻ ബുദ്ധിമുട്ടോ ക്ഷീണമോ കാര്യമുണ്ട് എന്ന് കരുതിയിട്ട് ഗുളിക കുടിക്കാതിരിക്കരുത്. ആ ഗുളിക മുഴുവനായിട്ട് കഴിക്കുക.